CPM BJP ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയത്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു. എന്താ അറിയിപ്പ്? തൃശ്ശൂരിലെ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഇതിനെക്കുറിച്ച് DGP അന്വേഷിക്കുന്നു. ഇപ്പോൾ ഒരു ചാനൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം ഇല്ലെന്നാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഈ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വരെ പറഞ്ഞു. ഇതെന്താണ് ഇതിൻ്റെ വിവരം പുറത്തു വരാത്തത്? CPM-ലെ ഘടകകക്ഷികൾ ചോദിക്കുന്നു, പ്രതിപക്ഷം ശക്തിയായി ആവശ്യപ്പെടുന്നു. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഗൂഢാലോചന നടത്തി. അതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ADGP-യെ കരുവാക്കിയിട്ടാണ് ആ പൂരം കലക്കിയത്. ആ പൂരം കലക്കിയ ഗൂഢാലോചന കേരളത്തിലൊരു ഉത്സവം കലക്കിയിട്ട് ആണ് എതിർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. അതിനെക്കുറിച്ച് ഒരന്വേഷണം നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ ഒരന്വേഷണവും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനി നടന്നെങ്കിൽ, വാദത്തിന് സമ്മതിക്കാൻ നടന്നെങ്കിൽ 5 മാസമായിട്ടും ഒരാഴ്ചയ്ക്കും റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ്. ഒരാഴ്ച. ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത്? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കൊടുത്തിട്ട്, മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട്, പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെക്കുറിച്ചൊരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനകരമല്ലേ? അപമാനമല്ലേ? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിലൊന്നും അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണ്. സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിനിടയിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ടൊരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും അതേ സ്ഥാനത്തിരിക്കുന്നത്. കാരണം ഇവരെയെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവരെയെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ ഭയമാണ്. 15 ദിവസമായി വന്നൊരു MLA മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് ചെറുവിരൽ അനക്കിയോ? അപ്പോൾ അയാളെയും പേടിയാണ്. എല്ലാവരും ഭയന്ന് ഇപ്പോൾ മാറുകയാണ്. ഇരട്ടച്ചങ്കരാണെന്നാണ് ആദ്യം പറഞ്ഞത്.